ഗബ്രി ജാസ്മിൻ വിഷയമാണ്. ശരിക്കും നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു അകത്ത്? ഇത് എന്റെ പിന്നെ ആ പ്രഷറിൽ എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത് AV കണ്ട സമയത്ത് മൈൻഡ് വേറൊരു സ്ഥലത്തായിരുന്നു. അപ്പൊ അതിന്റെ പ്രഷറിൽ ഞാൻ വിട്ടുപോയത്. ഞാൻ എല്ലാവരും പറയണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടല്ല. എടാ എങ്ങോട്ട് ഇറങ്ങി ബാക്കിലേക്ക് ഇറങ്ങി വഴി ബ്ലോക്ക് എടാ ഇതൊന്നും പിടിക്കാം. എന്താ പറയാ, അൺഫെയർ ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. കാരണം പ്രേക്ഷകരുടെ വിധി പ്രകാരമാണ് പുറത്തു വന്നത്. എന്റെ ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് പവർ ടീമിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഈ ആഴ്ച പോവില്ല എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതാണ് തിരിച്ചടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ അമ്മോ, അപ്പൊ അതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. വേറെന്താ? എല്ലാവർക്കും സുഖം. പുറത്തുള്ള ഗബ്രി ജാസ്മിൻ വിഷയമാണ്. ശരിക്കും നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു അകത്ത്? അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കും. ഇപ്പൊ ഞാൻ ആക്ച്വലി ഇന്നലെ പുറത്തിറങ്ങി, എന്റെ ടയേർഡാണ്, ഉറക്കമൊന്നും ശരിയായിട്ടില്ല. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വേറൊരു ദിവസം ഇരിക്കാം. അതിനെക്കുറിച്ച് ഇപ്പൊ സംസാരിക്കാനായിട്ട് പറ്റാവുന്ന ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. ഒന്ന് വീട്ടിൽ ചെന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് എല്ലാവരോടും സംസാരിക്കാൻ വേറൊരു ദിവസം വരാം. ഇത് എന്റെ ശ്വാസപ്പെടുന്ന അല്ല ബ്രോ, ഇന്നലെ ഗബ്രി ഔട്ടായതിനു ശേഷം എല്ലാവരുടെ പേരും പറഞ്ഞിട്ട് വിഷ് അല്ലെങ്കിൽ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു. പക്ഷെ ജാസ്മിന്റെ പേര് മാത്രം പറഞ്ഞില്ല. ജാസ്മിനോട് ബായ് പറയേണ്ടതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അത് ഞാൻ ഓൾറെഡി നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ വെച്ച് പറഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. പിന്നെ ആ പ്രഷറിൽ എനിക്ക് ആ വീഡിയോ കണ്ട സമയത്ത്, AV കണ്ട സമയത്ത് മൈൻഡ് വേറൊരു സ്ഥലത്തായിരുന്നു. അപ്പൊ അതിന്റെ പ്രഷറിൽ ഞാൻ വിട്ടുപോയത്. ഞാൻ എല്ലാവരും പറയണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടല്ല. പിന്നെ ഒരാളെ പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് വിഷമമുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഓരോരുത്തർ എടുത്തെടുത്ത് പറഞ്ഞതാണ്. ജാസ്മിനെ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് തന്നെ അറിയാം. നിങ്ങൾ തമ്മിലുള്ള ഒരു ഒത്തുകളിയായിരുന്നു ഈ ശരിക്കും? അല്ല, ഒരിക്കലും അല്ല. ടീമായിട്ട് കളിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ നന്നായിട്ട് കരഞ്ഞായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. അതെനിക്ക് വിഷമമായിരുന്നു ജിൻഡോ ചേട്ടൻ. അത്യാവശ്യം ഞങ്ങള് ഗെയിം കളിക്കുന്ന സമയത്ത് എതിർത്ത് നിന്ന് കഴിഞ്ഞാലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വി ആർ ഓൾ പ്ലേയേഴ്സ്. നമ്മളെല്ലാവരും ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിച്ചവരാണ്. പ്രണയമൊന്നും അല്ല ചേട്ടാ, അത് അതിനെ കുറിച്ച് പറയാറായിട്ടില്ല. അല്ല എങ്കിലും മനസ്സിലായി. നിങ്ങളൊന്നും മനസ്സിലാക്കി അവിടെ പാർക്കിംഗ് പക്ഷെ എല്ലാം പ്രേക്ഷക വിധി പ്രകാരമല്ലേ, അപ്പൊ നമുക്ക് അതിൽ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇല്ല, റിഗ്രറ്റ്സ് ഒന്നും ഇല്ല. പവർ റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങിയത് എൻ്റെ ഒരു കോൺഫിഡൻസിന്റെ പുറത്തായിരുന്നു. പക്ഷെ അത് ഇങ്ങനെ വരുന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബാക്കിയൊക്കെ പിന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനൊക്കെ വേണ്ടി തന്നെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് പോയി കഷ്ടപ്പെട്ടതും. നിങ്ങളുടെ ഈ ഒരു ജനപിന്തുണയും സ്നേഹവും എല്ലാത്തിനും വേണ്ടി തന്നെയാണ്. നിങ്ങൾ വന്നതിലും വെയിറ്റ് ചെയ്തതിലും ഇത് എടുക്കുന്നതിലും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ സ്വപ്നം കണ്ടത് തന്നെയാണ് നിങ്ങൾ എനിക്കിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇരിക്കാം, സംസാരിക്കാം, ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം. പക്ഷെ ഇപ്പോൾ ഞാൻ ആക്ച്വലി ഭയങ്കര ടയേർഡാണ്. ഇന്നലെ എവിക്ഷൻ കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര തിരക്കില് ഓട്ടത്തിലും പരിപാടികളിലായിരുന്നു. അതിന്റെ കുറെ പരിപാടികളുണ്ടായിരുന്നു. ഒറ്റ വാക്ക്, അത് പ്രണയമായിരുന്നു. അതിനെ കുറിച്ച് ഇപ്പൊ പറയാറായിട്ടില്ല. അതിനെ കുറിച്ച് ഇപ്പൊ പറയാറായിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് അതിനെ കുറിച്ച് ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല. സോറി.